ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് മലയാളത്തിലെ പത്രങ്ങൾ. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. 1847 ജൂണിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും ജർമ്മനിക്കാരനായ ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയമാണ്. 1847 ഒക്ടോബറിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ആദ്യ ശാസ്ത്ര മാസികയാണ് പശ്ചിമോദയം. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരള പഴമ, കേരള ഉൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരു അച്ചടിശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള പത്രമാണ് ജ്ഞാനനിക്ഷേപം. 1848 കോട്ടയം CMS പ്രസ്സിൽ ആണ് ഇത് അച്ചടിച്ചത്. തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രം, അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള പത്രം, മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മാഗസീൻ, വാർത്തകളോടൊപ്പം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം എന്നെല്ലാം ചോദിച്ചാൽ ജ്ഞാനനിക്ഷേപമാണ് ഉത്തരം. ജ്ഞാനനിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ പുല്ലേലി കുഞ്ചു. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതമാണ്. EMS നമ്പൂതിരിപ്പാടാണ് അതിൻ്റെ സ്ഥാപകൻ. മിതവാദി പത്രം ആദ്യമായിട്ട് തലശ്ശേരിയിൽ നിന്നും 1907 സ്ഥാപിച്ചതാര്? T. ശിവശങ്കരൻ. ആദ്യ പത്രാധിപൻ മുർക്കോത്ത് കുമാരൻ. മിതവാദി പത്രം നിർത്തലാക്കിയതിനു ശേഷം വീണ്ടും കോഴിക്കോട് നിന്നും 1913 ആരംഭിച്ചത് ആര്? C. കൃഷ്ണൻ. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി പത്രം. 1907 കുമാരനാശാൻ്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച പത്രമാണ് മിതവാദി പത്രം. പ്രസിദ്ധീകരണം തുടരുന്ന നിലവിലെ കേരളത്തിലെ ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക എന്ന പത്രം. 1887 കോട്ടയം മന്നാനത്ത് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങി. ഇതിൻ്റെ സ്ഥാപകൻ നീതിയിരിക്കൽ മാണി കത്തനാറാണ്. ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ ആദ്യത്തെ മലയാള പത്രമാണ് ദീപിക. ദീപികയുടെ ആദ്യകാല നാമം നസ്രാണി ദീപിക എന്നാണ്. മലയാള മനോരമ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത വർഷം 1888. പ്രസിദ്ധീകരണം തുടങ്ങിയത് 1890. ദിനപത്രമായി മാറിയത് 1928. ആരംഭിച്ചത് കോട്ടയത്ത് നിന്നും. സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. പേര് കൊടുത്തത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ്. മാതൃഭൂമിയെക്കുറിച്ച് നോക്കുമ്പോൾ സ്ഥാപിച്ചത് 1923 പത്രമായിട്ട് മാറിയത് 1930 സ്ഥലം കോഴിക്കോട്. ആദ്യ പത്രാധിപരാണ് KP കേശവമേനോൻ. സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ നാവായിട്ട് പിറന്നു വീണ പത്രമാണ് മാതൃഭൂമി പത്രം. കേരള കൗമുദിയെക്കുറിച്ച് നോക്കുമ്പോൾ അത് സ്ഥാപിച്ചത് 1911 ദിനപത്രമായിട്ട് മാറിയത് 1940 സ്ഥാപകൻ CV കുഞ്ഞിരാമനാണ്. സ്ഥലം കൊല്ലം ജില്ലയിലെ മയ്യനാട്. അടുത്തതായിട്ട് സ്വദേശാഭിമാനി. സ്ഥാപിച്ചത് 1905. ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ്. സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. രണ്ടാമത്തെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമാണ്. വിദേശ വാർത്തകൾക്കായിട്ട് ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിച്ച മലയാള പത്രമാണ് സ്വദേശാഭിമാനി. ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നാണ് പത്രത്തിൻ്റെ മുഖക്കുറിപ്പ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26 തിരുനെൽവേലിയിലോട്ടാണ് നാടുകടത്തപ്പെട്ടത്. നാടുകടത്തിയ ദിവാൻ P. രാജഗോപാൽ ആചാര്യയാണ്. കോഴിക്കോട് നിന്നും അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചത്
മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ്. കേരളത്തിലെ ആദ്യമായിട്ട് നിരോധിച്ച പത്രം സന്തിഷ്ടവാദി. അതിൻ്റെ സ്ഥാപകൻ WH മൂർ ആണ്. കേസരി എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ബാലകൃഷ്ണപിള്ള. വർഷം 1930. അൽ ഇസ്ലാം മുസ്ലിം എന്ന പത്രം സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ ആണ്. സോ ഫ്രണ്ട്സ്, മലയാള പത്രങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് ഇനി വേണ്ടുന്ന ടോപ്പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. ഏവർക്കും നന്ദി, നമസ്കാരം.